ഹലോ ഫ്രണ്ട്സ്, ഇവിടെ ഡിഗ്രി മീഡിയയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻസിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. എന്താണ് ഈ റീഅഡ്മിഷൻ എന്നുള്ളത്? അതിനെക്കുറിച്ച് കുറേ ആളുകൾക്ക് വളരെ വലിയ സംശയങ്ങളുണ്ട്. എന്നെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എന്നോട് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ റീഅഡ്മിഷൻ എന്നൊക്കെ. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, അതല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് റീഅഡ്മിഷൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ വാട്ട് ഈസ് റീഅഡ്മിഷൻ? എല്ലാവർക്കുള്ള സംശയമാണ് എന്താണ് ഈ റീഅഡ്മിഷൻ എന്നുള്ളത്. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസായി പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു സംവിധാനമാണിത്. ഇത് റീഅഡ്മിഷൻ എന്നതുകൊണ്ട് വളരെ നല്ല ഉപകാരങ്ങളും നമുക്കുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളെന്തെങ്കിലും അസുഖമായിട്ട് കിടപ്പിലാണെങ്കിൽ, അതല്ലെങ്കിൽ പ്രവാസികളായിട്ട് നമ്മൾ വല്ല വിസിറ്റിങ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോകുകയാണെങ്കിലൊക്കെ റീഅഡ്മിഷൻ കൊണ്ട് നമുക്ക് വളരെ വലിയ ഉപകാരങ്ങളുണ്ട്. അതുമല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഫീസൊന്നും അടക്കാൻ കഴിയാതെ, നമ്മൾ ഡേറ്റ് അറിയാതെ, നോട്ടിഫിക്കേഷൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഏക ഒരു വഴി എന്നുള്ളതും ഈ റീഅഡ്മിഷൻ എന്നതാണ്. അപ്പോൾ എന്താണ് റീഅഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഡിഗ്രിയിൽ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെം എഴുതി, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, സെക്കൻഡ് സെം നമുക്ക് എഴുതാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ സെക്കൻഡ് സെമ്മിന് നോട്ടിഫിക്കേഷൻ അറിഞ്ഞതുമില്ല, അതിൻ്റെ ഫീസ് അടച്ചതുമില്ല. അങ്ങനെ നമുക്ക് ആ ഒരു സെമ്മ് സപ്ലൈ ചെയ്തെടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ആ സെമ്മിൽ ഫീസ് അടയ്ക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ആ ഒരു സെമ്മിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് റീഅഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതല്ലാതെ നമ്മൾ തേർഡ് സെം എഴുതി സെക്കൻഡ് സെമ്മിന് ഫീസ് അടച്ചിട്ടുണ്ട്, സെക്കൻഡ് സെമ്മ് നമ്മൾ എഴുതാൻ പറ്റിയില്ല, അങ്ങനത്തെ വ്യക്തികൾക്ക് ഈ റീഅഡ്മിഷൻ വേണ്ട. അവർക്ക് ഇനി ഒരു സെക്കൻഡ് സെമ്മ് വരുമ്പോൾ, നെക്സ്റ്റ് നമ്മുടെ ജൂനിയേഴ്സിന് സെക്കൻഡ് സെമ്മ് വരുമ്പോൾ അതിൻ്റെ കൂടെ സപ്ലൈ ആയിട്ട് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ ഒരു കാര്യം വരുമ്പോഴാണ് ഇവിടെ റീഅഡ്മിഷൻ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഫീസ് അടച്ചു ഒരു വിദ്യാർത്ഥി, എന്നിട്ട് അവർക്ക് തോന്നുകയാണ് എനിക്ക് ഈ എക്സാം ചിലപ്പോൾ എനിക്ക് എഴുതാൻ കഴിഞ്ഞൂടാ, ഞാൻ ഇനി ഒരു വർഷം കൂടി താഴത്തേക്ക് ഇരുന്നിട്ട് എനിക്ക് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു വിദ്യാർത്ഥിക്ക് തോന്നിയാൽ ആ വിദ്യാർത്ഥിക്കും റീഅഡ്മിഷൻ വേണ്ടി ചെയ്യാവുന്നതാണ്, താഴോട്ട് ഇരിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ളത് നമുക്ക് ഒരു വർഷം നമ്മിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി, നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ റീഅഡ്മിഷനായിട്ട് അവർ നോട്ടിഫിക്കേഷൻ വിടും. ഈ നോട്ടിഫിക്കേഷൻ വിടുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പരീക്ഷയെ പോലെ തന്നെ ചെലാൻ അടയ്ക്കാനുണ്ടാവും. ആ ചെലാൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു 817 സംതിങ് റുപ്പീസാണ് ആ ചെലാനുള്ളത്. ആ ചെലാൻ അടിച്ചതിന് ശേഷം നമ്മളുടെ ഒരു ID കാർഡ്, അതേപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ട് എഴുതിയിട്ടുള്ള ഹാൾ ടിക്കറ്റ്, ഒരു എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റും, പിന്നെ നമ്മുടെ +2 സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി, നമ്മൾ നേരിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമുക്ക് ആ ഒരു റീഅഡ്മിഷൻ ഉള്ളത്. ഇനി റീഅഡ്മിഷൻ ഫീ ഡേറ്റ് നീട്ടിയാൽ 100 രൂപയുടെ ഒരു ഫൈൻ ഡേറ്റ് കൂടി ഉണ്ടാവും. ആ ഫൈൻ ഡേറ്റിലൂടെയും നിങ്ങൾക്ക് റീഅഡ്മിഷൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റീഅഡ്മിഷൻ എന്നുള്ളത് എന്തല്ല, സെക്കൻഡ് സെമ്മ് ഫീസ് അടച്ചതിന് ശേഷം തേർഡ് സെം എഴുതി ആ ഒരു കുട്ടികൾക്കുള്ളതല്ല, മറിച്ച് ഇങ്ങനെ രോഗികളായിട്ടൊക്കെ ചിലപ്പോൾ നമുക്കറിയാം, രോഗികളായി കിടന്ന് നമുക്ക് ആ സെം എഴുതാൻ കഴിയാതെ വരും. അപ്പോൾ ഫീസൊന്നും അടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർക്ക് റീഅഡ്മിഷൻ ചെയ്യാം. ഏറ്റവും ഉപകാരം എന്നുള്ളത് ഈ ഡിഗ്രി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള കുറേ ആളുകളുണ്ടാവും, ഫാമിലി ആയിട്ടുള്ള
അപ്പോൾ അവർക്ക് ഇത് വളരെ ഉപകാരമാണ്. അതായത് അവർക്ക് ഡിഗ്രി ചെയ്യണമെന്നേ ഉള്ളൂ, അതല്ലാതെ വർഷത്തിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ആ ഒരു വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീ അഡ്മിഷൻ കൊണ്ട് വളരെ വലിയ ഉപകാരം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈ റീ അഡ്മിഷനെ കുറിച്ച് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. ഇനി ഫർദറായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ, അതായത് ഇതിലും ഫർദറായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. കുട്ടികൾക്കത് ഉപകാരപ്പെടും. എനിവേ, നിങ്ങൾക്ക് റീ അഡ്മിഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് സെമ്മിലേക്ക് ഇറങ്ങിയിരിക്കാനുള്ളൊരു റീ അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.